ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതെ, അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇന്നലെ നമ്മൾ വീഡിയോ ഇടാൻ പറ്റിയില്ല, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ട് രാവിലെ തന്നെ ഞങ്ങളിത് വീഡിയോ എടുക്കുകയാണ്. രാവിലെ അല്ല, ഇപ്പോൾ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പരിപാടി അവിടെ ഇവിടെയൊക്കെ പണിയൊക്കെ ആയിട്ട് തുണി അലക്കാണ്ടായിരുന്നു. ഒന്ന് കുളിച്ചു ശേഷം അടുക്കളയിൽ മീൻകറി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അടുത്ത തോരൻ വെക്കണം എന്ന് വിചാരിച്ചപ്പോൾ എന്താണ് തോരൻ വെക്കേണ്ടതെന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മുടെ ചേമ്പ്. അതൊരു കഥയാണ്. ഇന്നലെ ആദ്യമാണെങ്കിൽ അവിടുന്ന് വെറുതെ മൂക്കാത്ത ചേമ്പിൻ്റെ താള് വെട്ടിക്കൊണ്ട് അതിലെ കൂടെ നടക്കുമായിരുന്നു. അത് മൂക്കാൻ വേണ്ടി ഇച്ചിരി വലുതാവും, നന്നായിട്ട് വലുതാവും കേട്ടോ. അപ്പം അങ്ങനെ വലുതാവാൻ വേണ്ടിയിട്ട് നിർത്തി വെച്ചത്. അവനത് വെട്ടി ഒരു കത്തി കിട്ടി അത് വെട്ടിക്കൊണ്ട് വന്ന് കറി വെക്കണമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. പിന്നെ ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. അപ്പം അത് ഇപ്പോൾ എടുത്ത് അരിഞ്ഞുകൊണ്ടിരിക്കട്ടോ. ചെറുതാണ്, അത്രേ ഉള്ളൂ സൈസ്. അപ്പോൾ അതിൽ ഇതിമോളോട് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ ഇരുന്ന് ഇതിലൊക്കെ അരിഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്, തുണി അലക്കണം, വീട്ടിലെല്ലാ ജോലിയും ചെയ്യണ്ടേ. അപ്പം ഇതൊരു ചെറിയൊരു സഹായം. അതെ, ഇത് ഇരുന്ന് ചെയ്താൽ മതിയല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അരിയാനും ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കൊടുക്കും കേട്ടോ. പിന്നെ ഞാൻ മീൻകറി വെച്ചിട്ടുണ്ട്, മീൻകറി കാണിച്ചു തരാവേ. അപ്പം ഞാൻ പോയി മീൻകറി കാണിച്ചു കൊടുക്കട്ടെ. അപ്പോഴത്തേക്ക് ഇത് വേഗം ഒരെണ്ണം കൂടെ അരിയാനുള്ളൂ. അപ്പോൾ ഞാൻ മീൻകറി കാണിച്ചു തരാം. ഞാൻ വെച്ച മീൻകറി ഞാൻ ചോറ് നേരത്തെ വെച്ചു, മീൻകറി വെച്ചു. ഇനിയിപ്പോൾ ഈ തോരനും കൂടെ വെച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. നമുക്ക് 2 തോരനും ഒരു മീൻകറി മതി. പിന്നെ മീൻ വറുത്തത് ഓയിൽ അധികം വറുത്തതും പൊരിച്ചതൊന്നും കഴിക്കുന്നില്ല കേട്ടോ. ഞാനാണേലും ലിതുമോക്കാണേലും കൊടുക്കുന്നില്ല. പിന്നെ ഇടയ്ക്ക് ലിതുമോക്ക് ഈ പഴംപൊരി കഴിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് പഴംപൊരി കഴിക്കണം ഭയങ്കര ആഗ്രഹം വരും. അപ്പം ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കും, പക്ഷെ ഒത്തിരി ഒന്നും കൊടുക്കില്ല, ഒരെണ്ണമൊക്കെ കൊടുക്കത്തുള്ളൂ. അപ്പോൾ പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതേ നല്ല മാങ്ങ ഇട്ട് വെച്ചിട്ടുള്ള അയലമീൻ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുമൊക്കെ കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. അപ്പോൾ വേറെ സാധനങ്ങൾ തക്കാളി ഉള്ളി ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ ഇട്ടതാണ്. പുളിയില്ലായിരുന്നു. പിന്നെ കുറച്ച് മാങ്ങയൊക്കെ കിട്ടി, അത് വെച്ചിട്ടിട്ട് ഉണ്ടാക്കിയ അടിപൊളി മീൻ കറി. ഇനി നമുക്കത് നമ്മുടെ തോരനുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മുളക്, അതുപോലെ നമ്മുടെ വെളുത്തുള്ളി, കുറച്ച് ജീരകം, മഞ്ഞൾപ്പൊടി, തേങ്ങ, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. നമുക്ക് ചതച്ചെടുക്കാമെന്ന് വെച്ചാൽ മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് അരച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അബദ്ധവശാൽ കുറച്ച് വെള്ളം ഒഴിച്ചു പോയി. ഞാൻ പിന്നെ ഓർത്ത് വെള്ളം ഒഴിക്കണ്ടല്ലോ എന്നുള്ള കാര്യം. പിന്നെ കുഴപ്പമില്ല, കുറച്ച് അരിഞ്ഞ് വെച്ചേക്കുന്ന അത് കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആ അരച്ച് വെച്ചേക്കുന്നത് എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് ഇളക്കി എടുക്കാം കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ ഇട്ടാലും മതി. ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് ഉപ്പും കറിവേപ്പില ഇട്ടിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇത് മുഴുവനും ഇടട്ടെ. ഒരു കൈ പിടിച്ചാൽ ഞാൻ ചെയ്യുന്നത് കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നന്നായിട്ടിട്ട് ഇളക്കിയിട്ട് കാണിച്ചു തരാതെ. ഇതെല്ലാം കൂടെ ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. ഇച്ചിരി ഉപ്പിട്ട പാകത്തിന്. നമുക്കിത് അടുപ്പത്ത് വെക്കുമ്പോൾ ഇട്ടാലും മതി. പക്ഷെ നമ്മൾ പച്ചമുളക് ഇട്ടില്ലേടാ? പച്ചമുളക് അരച്ച് ഇടണ്ട, ഉപ്പിട്ട് നന്നായിട്ട്. ഇച്ചിരി കറിവേപ്പില ഞാനിവിടെ കൊണ്ടുവച്ചായിരുന്നു. ഇവിടെ എന്തി കറിവേപ്പില ഇടുന്നതിലും കുഴപ്പമില്ലല്ലേ, അതിൻ്റെ കൂടെ ശാരിക്കും. ഇതൊക്കെ നല്ലപോലെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. പിന്നെ ഇത് ഇലയാണ് കേട്ടോ. ആ ഇലയും നമ്മൾ കറി വെക്കാം. പക്ഷേ വീട്ടിൽ ഞാൻ ഇല കറി വെച്ചിട്ടില്ല. ഇത് അതിൻ്റെ ഇലയാണ്. ഇതിമോൾ കറി വെച്ച് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കഴിക്കാമെന്ന് തോന്നുന്നു, പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല. എന്തായാലും കഴിച്ച് നോക്കട്ടെ, ചൊറിയോന്ന് അറിയില്ല. ഇതിമോളോട് തന്നെ ചോദിക്കേണ്ടി വരും ചൊറിയോ ഇല്ലയോ എന്നുള്ള കാര്യം. ചൊറിയില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വെച്ചതാ, ചൊറിയത്തൊന്നുമില്ല. എങ്ങനെയും കുഴപ്പമില്ല, ഉണ്ടാക്കിത്താ. ചൊറിയാലും കുഴപ്പമില്ല, ചൊറിയില്ല. ഉണ്ടാക്കിക്കോ. ചൊറിയില്ലാത്ത ഇലയല്ലേടാ, കറി വെക്കണ ചേമ്പല്ലേ, ചൊറിയത്തില്ല, ഉണ്ടാക്കിക്കോ. പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലിതിമോളുടെ സംഘത്തിലെ ചേച്ചി വന്നിരിപ്പുണ്ട് കളക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ സൗണ്ടൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്ക് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി കഴിയുമ്പോൾ നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കാം. ഇത് വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് മതി കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. അയ്യോ എൻ്റെ അമ്മേ,
ഒന്ന് പിടിച്ച് നിൽക്കാം. ഓക്കെ, ഇനി ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് മൂടി വെക്കാം കേട്ടോ. അപ്പതേ നമ്മുടെ എന്താണ് ചേമ്പിൻ്റെ തണ്ടും അതിൻ്റെ ഇലയും കൂടെ മറ്റേ കറി വയ്ക്കുന്നതാണ് കേട്ടോ, ഇതുള്ളതല്ല ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ചെറുതായിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കാം. വാവയുടെ ചേമ്പും താളും കൂടെ ഉപ്പിട്ട ഞാനല്ല, ഉപ്പ് കൂടിയാലും കുറഞ്ഞാലും എൻ്റെ ഉത്തരവാദിത്തമല്ല. ഇല്ല, പാകത്തില അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അത് നല്ലതല്ലേ. നമുക്ക് ചോറ് കഴിക്കാം. വാവ താങ്ക് യു വെരി മച്ച് തന്നതിന് ഭയങ്കര താങ്ക്സ്. വേറെ ഒന്നുമല്ല, കൊതിയാണ്. ഇതുണ്ടാക്കി തിന്നണോന്ന് വിചാരിച്ചിട്ടാണ് ആ ചേമ്പ് ഇങ്ങനെ പറിക്കാൻ. ആദ്യം പോയി ഇന്നലെ മൊത്തം കട്ട് ചെയ്തിട്ടുണ്ടോ കുഞ്ഞേൻ്റെ കറി വെക്കാൻ പറഞ്ഞത്. സാധനം ഒന്നും ആയിട്ടില്ലായിരുന്നു കേട്ടോ. ഇത് നന്നായിട്ട് അതിന്റെ തണ്ടിനെ ഇതായെങ്കിൽ അത് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉള്ളൂ. അപ്പം ഞാൻ ചോറ് എടുക്കട്ടെ, ഫോൺ പിടിച്ചോ. നമ്മൾ ചോറ് കഴിക്കുമ്പോൾ നല്ല ചൂടൻ ചോറാണേ. ഇത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ റേഷൻ അരിയാണ്, പക്ഷേ നല്ല ടേസ്റ്റ് ഉള്ള ചോറാണേ. അപ്പം നമുക്ക് വെള്ളം, അപ്പം നമുക്ക് ലിതിമോക്കുള്ളത് വിളമ്പി കൊടുക്കാം. ചോറിന്റെ ആവി അങ്ങനെ മുകളിലോട്ട് പറക്കുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്കും കുഞ്ഞിനും ആദ്യം കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ വിശക്കുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് വിശക്കുന്നുണ്ട്. രാവിലെ ഇച്ചിരി നേരത്തെ എഴുന്നേറ്റ് കഴിച്ചുകൊണ്ട് 6:30 ആയപ്പോഴത്തേക്ക് ഫുഡ് കഴിച്ചു. വിശക്കുന്നുണ്ട്. അപ്പം ഇന്ന് നമുക്കുള്ളത് എന്തെന്നാ, ഇതാണ് തോരൻ. എന്തെന്നാ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. പക്ഷെ അധികം അങ്ങ് കൊടുത്തേക്കാം. അത് ഇച്ചിരി അധികം ഇട്ടേക്കാം. എന്നാ വെച്ചാൽ നമുക്ക് വയറിനൊക്കെ നല്ലതാണല്ലോ, വൈറ്റമിനും എല്ലാം ഉണ്ടാവും. ഓക്കെ, നമുക്ക് മീൻകറിക്ക് തവ എടുക്കട്ടെ. ഇതാണ് മീൻകറി, വാവയുടെ അയിലക്കറി, അയില മീൻകറി. ഇത് നമുക്ക് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ചൂട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അതായത് ഇച്ചിരി ചാറോട് കൂടി ഞാൻ എടുത്താണ്. ഒരു മീനോടെ എടുത്തേ. ഒരു കഷ്ണം കൂടി ഇട്ടേക്കും. ഇല്ല, കളറൊന്നും ഇല്ല, കാരണം വേറൊന്നും അല്ല. എരിവ് അധികം കഴിക്കത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഒരു മാങ്ങ കൂടെ കഴിച്ചു. ഒരു മാങ്ങ ഇട്ടേക്ക്. മാങ്ങ നമ്മുടെ മാങ്ങ തന്നെയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ കറി വെച്ച് ഈ വെള്ള കളറിൽ കറി വെച്ച് കഴിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ആളുടെ ഹെൽത്ത് നോക്കണം. ഒത്തിരി കുഞ്ഞാവയ്ക്ക് അധികം എരിവൊന്നും പറ്റത്തില്ല. അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനും കഴിക്കാൻ പോവാണ്. രാവിലെ മഴയായിരുന്നു, അതുകൊണ്ട് ക്ലൈമറ്റ് കുറച്ച് നന്നായിട്ടുണ്ട്, അതായത് ചൂടില്ല. അപ്പോൾ ഞാനും കഴിക്കട്ടെ. ലിതിമോൾ അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിക്കാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. വെള്ള മീൻ, അതുപോലെ തോരൻ. ഇതിൻ്റെ അകത്തിട്ട മുളക് പൊടിക്ക് ഭയങ്കര എരിവാണേ. അപ്പോൾ കുറച്ച് മുളക് പൊടി അതുകൊണ്ട് ഇട്ടുള്ളൂ. അപ്പോൾ വൈകുന്നേരത്തേക്ക് ഇന്നിപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മതി. വൈകുന്നേരത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ മുളകൊക്കെ ആക്കിയിട്ട് ചേട്ടായൊക്കെ വരുമ്പോൾ കൊടുക്കുക. ഇത് ഇന്നലത്തെ മീൻ വറുത്ത കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ. ബാക്കി വിശേഷം കഴിച്ച ശേഷം കാണിച്ചു തരാം കേട്ടോ. തോരൻ അടിപൊളി കേട്ടോ. അപ്പോൾ കഴിക്കട്ടെ. ഓക്കെ, ആൾ സ്കൂളും കഴിഞ്ഞു വന്നാൽ എന്തൊക്കെയാണോ കഴിക്കുന്നത്? എന്തൊക്കെയാ കഴിക്കുന്നത്? മിച്ചറും കേക്കും ബിസ്ക്കറ്റും ആട്ടോ കൊച്ചു കഴിക്കുന്നത്. ഇവനെന്തിനാ പോണെന്ന് ഞാൻ ചോദിക്കണ കളിക്കാനായിട്ട് എപ്പോഴും ഞാൻ പറയണാണ്. ഇനിതേ ഒരു കാര്യമുണ്ട്, കളിക്കാൻ പോയിട്ട് എന്ത് പ്രശ്നം ഉണ്ടാക്കി വന്നാലും ഇങ്ങോട്ട് വരരുത്. കളിക്കാൻ പോയിട്ട് പറഞ്ഞ കേട്ടാ. അത് നീ തീർക്കേണ്ട കാര്യം നീ തീർത്തോണം. അതെ, പിള്ളേർ തമ്മിൽ തീർക്കേണ്ടത് പിന്നെ കാർന്നവന്മാർ തമ്മിൽ തീർക്കേണ്ട അവസ്ഥ വരരുത് കേട്ടല്ലോ. അതി എന്നെ വിളിച്ചോണ്ട് വെറുതെ എന്തേലും ഉണ്ടെങ്കിൽ എന്താടാന്ന് നീ ചോദിച്ചു. ഞാൻ പറഞ്ഞതിന് നീ തന്നെ തീർത്തിട്ട് ഇങ്ങോട്ട് വന്നോണം. വയർക്കൊന്നും ഉണ്ടാക്കണ്ട, അതൊക്കെ ഇട്ട് കളഞ്ഞാൽ മതി. ഞങ്ങളുടെ കൊച്ചും എടുക്കുന്നല്ലേ ഇത്. ഈ കൊച്ചിൻ്റെ ഇവിടെ ഒരു ഷാലും നിങ്ങൾ കാണുന്നുണ്ടോ? അതെന്നെ കാണിച്ചാന്നൊന്ന് പറഞ്ഞു കൊടുത്തേ. ഇന്നലെ എവിടെ ഇതേ ചെടി കിടക്കുന്നുണ്ടില്ലേ, അതിൻ്റെ അകത്തൊരു തേനീച്ച ഉണ്ടായിരുന്നേ. അതൊന്ന് ഒറ്റ കുത്തു കുത്തിയിട്ട് പോയി. കൊച്ചിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ എന്നിട്ട് വീർത്തിരിക്കുക. തേനീച്ച ആരാന്ന് വീഡിയോ എടുത്തോണ്ടിരുന്ന വെച്ചാൽ
അപ്പോൾ കൊച്ചത് തിന്നുകൊണ്ടിരിക്കും കേട്ടോ. അയ്യോ എന്താ കുറച്ച് നേരം കിടന്നുറങ്ങിയല്ലേ ഫുഡൊക്കെ കഴിച്ചിട്ട്? അപ്പം കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ആദ്യം വരാനുള്ള സമയമായിരുന്നു. ഇന്ന് ആദ്യം കഴിക്കാനൊന്നും ഉണ്ടാക്കില്ല. ആദ്യം അല്ലെങ്കിൽ ആദ്യം ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. അത് ചോറാണ് ആദ്യക്ക് മെയിൻ. ചോറും മീനും കഴിക്കും. അതെ, മീൻ വറുത്തതാണ്. മിച്ചറും ഉള്ളത് കൊണ്ട് അത് കഴിക്കും. അതെ. ഇന്നെങ്ങനെയുണ്ടായിരുന്നു കലോത്സവാദി? കൊച്ചു വലിയ പരിപാടിക്കും പങ്കെടുത്താ? ഒന്നിനും കൂടിയില്ലേ? ഒരു പാട്ടൊക്കെ പാടണ്ടേടാ. ലിതിയമ്മ ഒരു പാട്ട് പാടുന്നതായിരിക്കും കേട്ടോ. ലിതിയമ്മ ഒരു പാട്ടങ്ങ് പാട്. ഞാൻ സ്കൂൾ കലോത്സവത്തിന് പാടിയ ഒരു ലളിതഗാനം നിങ്ങൾക്ക് നാടൻ പാട്ട് അല്ല, ONV കുറിപ്പിന്റെ കവിത പഠിക്കും. ഏതാണ് അറിയാമോ? ഒരു മിനിറ്റ്. ആ പഠിക്കും. വരികൾ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പാടാം. പിന്നെ ഏതാണ്? ONV കുറിപ്പിന്റെ ഏട്ടാ ഗോതമ്പ് മണികൾ കേട്ടിട്ടുണ്ടോ? പാപ്പ പഠിച്ചിട്ടുണ്ടോ? ഓർക്കുന്നില്ല. ഇപ്പൊ ഇന്നലെ പഠിച്ച ഓർക്കണില്ല. പിന്നെയാണ് ഗോതമ്പ് മണി. അല്ല, ചിലതേ നമ്മൾ പാടിക്കല്ല. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. ഗോതമ്പ കതിരിന്റെ നിറമാണ്, പേടിച്ച പേടമാൻ മിരിയാണ്. കയ്യിൽ വളയില്ല, കാലിൽ കൊലുസില്ല, മെയ്യിൽ അലങ്കാരമൊന്നുമില്ല. ഏറുന്ന യൗവനം ആടി മറയ്ക്കുവാൻ കീറിത്തുടങ്ങിയ ചേലയാണ്. ഗൗരിയോ ലക്ഷ്മിയോ പേരെന്തു തന്നെ വിളിച്ചാലും നീയെന്നും നീയാട് ഗോതമ്പു പാടത്ത് നീർ പെയ്തു പോകും മുകിലാണ്. കത്തും വരളി പോൽ ചുട്ടു പടുത്തൊരാ കുഗ്രാമഭൂമി തൻ കുളിരാണ്. ആരെയോ പ്രാകുമോരമ്മയ്ക്ക് കൂരയിൽ നീയൊരു കൂട്ടാണ്. ആരാന്റെ കല്ലിൽ മേൽ രാഗി അടിയുന്നു, രച്ചന്റെ ആശതൻ കൂട്ടാണ്. താഴെയുള്ളിത്തിരി പോന്ന കിടാങ്ങൾക്ക് താങ്ങാണു താരാട്ടുപാട്ടാണ്. പേരറിയാത്തൊരു പെൺകിടാവേലി കേറെ പരിചയം നിന്നെ. കുഞ്ഞായിരുന്ന നാൾ കണ്ടു കിനാവുകൾ, കുഞ്ഞു വയർ നിറച്ചാഹാരം. കല്ലു മണിമാല കൈവളയുത്സവ ചന്തയിലെത്തും പലഹാരം. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. വെരി ഗുഡ്. അത്ര അറിയത്തുള്ളൂ കേട്ടോ. എന്നാലേ അങ്ങനെയല്ല, അതിന്റെ സെന്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. അത് ഒരു പെൺകുട്ടിയുടെ നിസ്സഹായമായ അവസ്ഥയെ കുറിച്ച് പാടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കില്ലാട്ടോ ഇങ്ങനെ പഠിപ്പിച്ചത്. എനിക്കുള്ളതായിട്ട് ഓർക്കണില്ല, കാരണം ഞങ്ങളുടെ നിങ്ങളുടെ 2 സിലബസ് പഠിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ ഓർമ്മയില്ല. 10, 21, 22 വർഷമല്ല, ഓർമ്മ കിട്ടുന്നില്ല. മൊബൈലായിരിക്കും എനിക്ക് തോന്നുന്നു. മൊബൈല് 10 അങ്ങാണ്ടാണ്. അപ്പൊ കലോത്സവത്തിന് പാട്ട് പാടും, അത് പാടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങള് ഗ്രൂപ്പ് സോങ് ആയിട്ട് പാടിയതെന്ന് അറിയാമോ? പള്ളിപ്പാട്ടൊക്കെ ആയിട്ട് ഗ്രൂപ്പ് സോങ്, സിനിമ പാട്ടൊന്നും പാടില്ല. രക്ഷകാ നിന്റെ പാപ അല്ല ആബാ ദൈവമേ. ആബാ ദൈവമേ സ്കൂളില്. അപ്പൊ എന്താ, നിന്റെ ദിവ്യരാജ്യം മഞ്ഞിടത്തിൽ വരും എന്നുള്ള ഒരു ഇതെല്ലാരും കൂടെ പാടും. 7 പേര്. നിന്റെ ദിവ്യരാജ്യം മഞ്ഞിടത്തിൽ വരണം, നിന്റെ ഉള്ളം ഭൂമിയിലെങ്ങും നിറയാൻ പാടും. നിന്റെ ദിവ്യഗീതം മഞ്ഞിടത്തിൽ രാജ്യം. അന്നുള്ള ദിവ്യപൂജൻ നമ്മൾക്കെന്നും നൽകിയിട നാദനാം മഹേശനി.
അങ്ങനെ ആ പാട്ട് അങ്ങനെ പാടിക്കണം. പിന്നെ ലളിതഗാനം പാടിയിട്ടുള്ള പാട്ടേ പാട്ടായിരുന്നു. എപ്പോഴും ഞാൻ ഓർക്കുന്ന ആ പാട്ടാ. കിട്ടുന്നില്ല. വയലോലകൾ എന്നൊക്കെ പറഞ്ഞു. അത് ഏതാണെന്നറിയോ? അത് ഏത് പാട്ടാണ്? നാടൻ പാട്ടാണ്. അത് നാടൻ പാട്ട് നാടൻ പാട്ടിന്റെ പാടിയ സ്കൂളിൽ പാടിയേക്കണ കേട്ടോ. അത് പാടാം. ഏലേലം പാടുന്ന പൊന്നാരം വയലേലകൾ, ആലോലമാടുന്ന പൊന്നരിവാളുകൾ. ഏലേലം പാടുന്ന പൊന്നാരം വയലേലകൾ, ആലോലമാടുന്ന പൊന്നരിവാളുകൾ. ഏലേലം ഹൊയ് ഏലേലം ഹൊയ്, ഏലേലം ഹൊയ് ഏലേലം, ഏലേലം ഹൊയ് ഏലേലം ഹൊയ്, ഏലേലം ഹൊയ് ഏലേലം. കാറ്റിലാടി തെങ്ങോലത്തുമ്പത്തോരോലഞ്ഞാലൂഞ്ഞാലിട്ടു തന്നാൽ കുത്തിനൊരീണം പാടാൻ വായോ കുഞ്ഞാറ്റ കിളിയേ. കാറ്റിലാടി തെങ്ങോലത്തുമ്പത്തോരോലക്കാലൂഞ്ഞാലിട്ടു തന്നാൽ കുത്തിനൊരീണം പാടാൻ വായോ കുഞ്ഞാറ്റ കിളിയേ. ഏലേലം ഹൊയ് ഏലേലം ഹൊയ്, ഏലേലം ഹൊയ് ഏലേലം, ഏലേലം ഹൊയ് ഏലേലം ഹൊയ്, ഏലേലം ഹൊയ് ഏലേലം. കണ്ണിമണ്ണിലെറിഞ്ഞതെല്ലാം നൂറുമേനി വിളഞ്ഞേ കുതിരുകൊയില കൊയ്ത്തിനൊരീണം പാടായോ വണ്ണാത്തിക്കിളിയേ. കന്നിമണ്ണിലെറിഞ്ഞതെല്ലാം നൂറുമേനി വിളഞ്ഞേ കതിരു കൊയ്യാൻ നീയും വായോ വണ്ണാത്തിക്കിളിയേ. ഏലേലം ഹൊയ് ഏലേലം ഹൊയ്, ഏലേലം ഹൊയ് ഏലേലം, ഏലേലം ഹൊയ് ഏലേലം ഹൊയ്, ഏലേലം ഹൊയ് ഏലേലം. എനിക്ക് ലളിതഗാനം പാടിയ പാട്ട് കിട്ടുന്നില്ല. അത് മിക്ക പ്രാവശ്യം അത് തന്നെ ഇങ്ങനെ പാടും. ലളിതഗാനത്തിന് പാടിയ സമ്മാനമൊന്നും കിട്ടാറില്ല. കാരണം ലളിതഗാനമൊക്കെ ഒത്തിരി പാടാനുണ്ട്. കുറെ 10ാം ക്ലാസ് വരെയൊക്കെ ഏകദേശം പാട്ട് ആ പാട്ട് തന്നെ പാടിയത് പാട്ട് ഓർമ്മയുണ്ടായിരുന്നു. അതൊരു വീട്ടിൽ ചെല്ലുമ്പോ സർട്ടിഫിക്കറ്റ് കാണിച്ചു തരാട്ടോ. ഇഷ്ടംപോലെ സർട്ടിഫിക്കറ്റ് എനിക്കുണ്ട്, നമുക്ക് 3 പേർക്കും ഉണ്ട്. അന്നത്തെ കാലത്ത് ഇത്രയും ട്രോഫികളൊന്നും അങ്ങനെ കിട്ടിയാലായിരുന്നു കേട്ടോ. സർട്ടിഫിക്കറ്റ് ആയിരുന്നു കൂടുതലും കിട്ടിക്കൊണ്ടിരുന്നത്. എന്തെങ്കിലും ജില്ലയിലും ഉപജില്ലയിലും ഒക്കെ പാടാൻ പാട്ടായിരുന്നു. ജയ ജയ വിഘ്നേശ്വരൻ, ജയ ജയ വിഘ്നേശ്വരൻ. അങ്ങനെ നീട്ടി പാടാം. അയ്യോ മഹാദേവ പരമേശൻ തനയന പതി തുണ ചെയ്യാൻ പ്രണമിക്കുന്നേ. തലമുറയായിട്ട് കൈമാറി തരുമെന്ന് പറഞ്ഞാൽ ലിതി പാടിച്ചിറങ്ങി അതൊക്കെ കളിച്ചു കഴിഞ്ഞപ്പോഴാണ് അടുത്തത് ഞങ്ങളുടെ. അതൊക്കെ നല്ല രസമാണ്. എന്താണെന്ന് വെച്ചാൽ സെറ്റ് സാരി ഓറഞ്ച് കളറും, സെറ്റ് സാരിയുടെ സെറ്റ് മുണ്ടും മുണ്ട്. ഈ സെറ്റിന്റെ മഞ്ഞയുടെ കൂടെ അതിന്റെ സെന്ററിലായിട്ട് മഞ്ഞയുടെ കൂടെ മഞ്ഞ ഇങ്ങനെ കര പോലെ അവിടെ അങ്ങനെ വന്നിട്ട് ബ്ലൗസും ഓറഞ്ച് തന്നെ. അടിപൊളിയായിരിക്കും. ആരും കാണാൻ വെച്ചിട്ടു നമ്മുടെ ആദിക്കുട്ടനല്ലേ, ആദിക്കുട്ടന്റെ കുഞ്ഞാവയാണ് കേട്ടോ. ഓറഞ്ച് കളർ കേട്ടാ. ഈ ഓറഞ്ച് ഇച്ചിലൂടെ വേറൊരു ഓറഞ്ച് അല്ലേ, ഇച്ചിരി വേറെ കളറല്ലേ. നല്ല രസമായിരുന്നു. പിന്നെ വേറെന്ത് പരിപാടിക്കാ കൂടിയേക്കുന്നു? തിരുവാതിര കളി, മാർഗം കളി, സംഘഗാനം ഒക്കെ ഉണ്ട്. സംഘഗാനമൊക്കെ മറന്നുപോയിട്ടോ. ഇപ്പോഴൊക്കെയാണ് അത്ര സ്കൂളുകളിൽ അങ്ങനെയൊന്നും ഇല്ല. അതൊന്നും നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ അങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് പഠിപ്പിക്കുന്ന ഇതില്ല. അത് തന്നെ ഏകദേശം നല്ല ഓറഞ്ച് കളർ. ഞങ്ങൾ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം. ആദ്യ കലോത്സവത്തിന് കൂടിയിട്ട് ആദ്യക്ക് പരിപാടികൾക്കൊന്നും ആദ്യം കൂടി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പാട്ടൊക്കെ പറ്റുമായിരുന്നു, അന്നേരം ഞാൻ പഠിപ്പിക്കുമായിരുന്നു. ഇപ്പൊ പാട്ടൊന്നും പഠിപ്പിക്കുന്നില്ല, അതുകൊണ്ട് ആദ്യം ഒന്നിനും കൂടിയിട്ടില്ല.
പിന്നെ എന്ത് പരിപാടിക്ക് സ്കൂളിൽ മാവ് കൂടിയിട്ടുള്ള ഭാഗം? ഞാൻ മെയിനായിട്ട് നാടകമായിരുന്നു. എൻ്റെ കൂട്ടുകാരായിരുന്നു. ഞാനും നാടകത്തിന്റെ ആളാണ് ഞാൻ മെയിൻ. നാടകമൊക്കെ കളിച്ചു കഴിഞ്ഞ ഒരു കൂടെയുള്ള ഒരു പെൺകുട്ടിയുടെ മോനൊരു ഒറ്റ അടി കൊടുത്തിട്ടുണ്ട്. എനിക്ക് നാടകം, ഗ്രൂപ്പ് ഡാൻസ്, പിന്നെ തിരുവാതിര ഞാൻ പാട്ട് പാടാൻ, എനിക്ക് അങ്ങനെ കളിക്കുന്ന ഇഷ്ടമല്ല, പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ തിരുവാതിര, നാടൻ പാട്ട്, ഇല്ലാത്ത പരിപാടിയൊന്നുമില്ല. സ്പോർട്സിന് പിന്നെ ഷോർട്ട് പുട്ട് എറിയാനും ഡിസ്ക് ത്രോ അങ്ങനത്തെ പരിപാടിക്കൊക്കെ ഉള്ളു. ഓട്ടത്തിനൊന്നും ഞാൻ കൂടില്ല. ജാവലിംഗ് ത്രോ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളു, അല്ലാതെ. അപ്പം ഞങ്ങൾ നാദിയുടെ സ്കൂളിൽ കലോത്സവമായിട്ട് അത് പരിപാടിക്കൊന്നും പങ്കെടുത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, പരിപാടിക്കൊക്കെ നമ്മൾ ഇടയ്ക്ക് പങ്കെടുക്കണം. നമ്മൾക്കുള്ള എല്ലാവർക്കും എല്ലാ കഴിവുകളും ഉണ്ട്, പക്ഷെ അതൊന്നും ആരും പുറത്ത് കാണിക്കുകയില്ല. എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ധൈര്യത്തോടു കൂടി ഒരു പാട്ടൊക്കെ പാടാൻ പറയുമ്പോൾ ധൈര്യത്തോടു കൂടി പാടുമ്പോൾ നമുക്ക് നാളെ ഒരു വേദിയിലാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നേരിടാൻ ശരിക്കും പറ്റത്തുള്ളൂ. ഏറ്റവും കൂടുതൽ ധൈര്യമാണ് വേണ്ടത്. അപ്പം എന്നോടേ കഴിഞ്ഞ വീഡിയോയിലേ അത് ചോദിച്ചാൽ എന്തായിരുന്നു ജോലി എന്നൊരു ചോദിച്ചായിരുന്നു കേട്ടോ. ഞാൻ നമ്മൾ ഹോൾസെയിൽ ഷോപ്പിൽ കമ്പനി ആയിട്ടുള്ള ഒരിത് നിൽക്കുമായിരുന്നു. പിന്നെ ഹോൾസെയിൽ ഷോപ്പിൽ നിന്നിട്ടുണ്ട്. ആലുവ, കളമശ്ശേരി, പിന്നെ നമ്മുടെ ഇടുക്കി ജംഗ്ഷൻ, എടപ്പള്ളി, അങ്ങനെ ഒരു 3-4 സ്ഥലങ്ങൾ. പിന്നെ ഒരു കാര്യം, എന്നോട് സ്ഥിര വരുമാനമുള്ള ജോലിക്ക് എല്ലാവരും വിചാരം നമ്മൾ ഓഫീസിൽ പോയി വർക്ക് ചെയ്താൽ മാത്രമാണ് സ്ഥിര വരുമാനം ജോലി കിട്ടുള്ളൂ എന്ന് വിചാരിക്കരുത്. ഞാൻ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നത് സ്ഥിര വരുമാനമുള്ള ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ പേർക്കുള്ള ഡൗട്ടാണ്. നമ്മുടെ സ്ഥിര വരുമാനം മന്ത്ലി ആവുള്ള സ്ഥിര വരുമാനം, അത് അതെ, ഓൺലൈനിൽ വർക്ക് ചെയ്യുന്ന സ്ഥിര വരുമാനമുള്ള ജോലിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ ഞാൻ പറയാം, ഒരു കൊച്ചൊക്കെ ഉണ്ടായി വീട്ടിൽ പുറത്ത് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു വീട്ടമ്മ വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്ത് അവർ സ്ഥിര വരുമാനം അവർക്ക് കിട്ടുന്നുണ്ട്. അതെ, ഇപ്പം ഞാൻ യൂട്യൂബിലാണെങ്കിലും അത്യാവശ്യം വീഡിയോസ് ഇടുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ ഒരു സഹായം കൊണ്ടും ആ സ്നേഹം കൊണ്ടും നമുക്ക് അവിടുന്ന് കുറച്ച് എന്തെങ്കിലും കിട്ടിയാലും അവിടുന്ന് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഇത്ര നേരം വർക്ക് ചെയ്യായിരുന്നു. അവൻ വന്ന ശേഷമാണ് പിന്നെ എനിക്കിങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയത്. അല്ലാതെ പുറത്ത് പോയി വീഡിയോസ് എടുക്കാനോ അങ്ങനെയൊന്നും എനിക്കിപ്പോൾ പറ്റുന്നില്ല. അതാണ് മെയിൻ കാര്യം. അപ്പം ഞാൻ ചെയ്യുന്നുണ്ട്. അത് തെറ്റിദ്ധാരണയാണ്. നമ്മൾ പുറത്തു പോയാൽ മാത്രമല്ല ഒരു സ്ഥിര വരുമാന ജോലി ചെയ്യാൻ പറ്റുന്നത്. അപ്പം എന്തായാലും അത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. അതെ, അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് അതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ കമന്റുകൾ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഓക്കെ, ഇനി നാളെ മറ്റൊരു വീഡിയോയിൽ കാണാൻ കേട്ടോ. ബൈ ബൈ.